ഒസാക കടൽ തീരത്തിന് കുറച്ചകലെയായി 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ധീരമായ എഞ്ചിനീയറിംഗ് പദ്ധതികളിലൊന്നായ കൻസായി അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നു. ആദ്യം കൻസായി വിമാനത്താവളം പ്രതിവർഷം 50 സെന്റിമീറ്റർ എന്ന തോതിൽ മൂവുകയായിരുന്നു. ഇപ്പോൾ അത് പ്രതിവർഷം 6 സെന്റിമീറ്ററായി ചുരുങ്ങി. എന്നിരുന്നാലും ഇത് ഗുരുതരമായ ഒരു പ്രശ്നമായി ഇന്നും തുടരുന്നു. പ്രത്യേകിച്ച് കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ സമുദ്രനിരപ്പ് ഉയരുന്നതും ടൈഫൂണുകളിലൂടെയും കൊടുങ്കാറ്റുകളുടെയും തീവ്രത വർദ്ധിക്കുന്നതും കണക്കിലെടുക്കുമ്പോൾ 2018-ൽ ജെബി ചുഴലിക്കാറ്റ് കൻസായി വിമാനത്താവളത്തിൽ വൻ വെള്ളപ്പൊക്കത്തിന് കാരണമായി. വിമാനങ്ങൾ നിലയ്ക്കുകയും അടിയന്തര ഒഴിപ്പിക്കലുകൾക്ക് കാരണമാവുകയും ചെയ്തു. ഈ സംഭവം വിമാനത്തിന്റെ ദീർഘകാല സുസ്ഥിരതയെക്കുറിച്ച് അടിയന്തര ആശങ്കകൾ ഉയർത്തി. പക്ഷേ ചെറുത്തുനിൽപ്പിന്റെ പര്യായമായ ജപ്പാൻ കണ്ണടച്ചില്ല. പകരം വളരെ കൃത്യമായ നടപടികളിലൂടെ ഈ വിഷയത്തെ തരണം ചെയ്യാൻ ആവശ്യമായ നടപടികൾ എടുത്തു തുടങ്ങി. മുഖ്യമായി സെൻസറുകളും കൃത്യതയുള്ള ഉപകരണങ്ങളും ഉപയോഗിച്ച് താഴ്ച തുടർച്ചയായി നിരീക്ഷിക്കുകയാണ്. ടെർമിനൽ കെട്ടിടത്തിന്റെയും റൺവേകളുടെയും ഭാഗങ്ങൾ ഉയർത്താൻ ഹൈഡ്രോളിക് ജാക്കുകൾ ഉപയോഗിക്കുന്നു. ഭാവിയിലെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് വിമാനത്താവളത്തെ സംരക്ഷിക്കുന്നതിനായി കടൽ ഭിത്തികളും നവീകരിച്ച ഡ്രെയിനേജ് സംവിധാനങ്ങളും ശക്തിപ്പെടുത്തുന്നു. ഈ താഴ്ച പ്രവചിക്കുന്നതിനും അതിനനുസരിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും വിപുലമായ ഡേറ്റ മോഡലിംഗും AI സിമുലേഷനുകളും ഉപയോഗിക്കുന്നു. ടെർമിനൽ 2 സ്ഥിതി ചെയ്യുന്ന ദ്വീപിനെ കൂടുതൽ സ്ഥിരത ആക്കുവാനും ഭാവിയിലേക്ക് ആവശ്യമായ വികസനങ്ങൾ വികസിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും തുടങ്ങിക്കഴിഞ്ഞു. കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കായുള്ള ഒരു കേസ് സ്റ്റഡിയായി കൻസായി പ്രവർത്തിക്കുമെന്ന് ചില വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. അന്താരാഷ്ട്ര സഹകരണവും നവീകരണവും അതിൻ്റെ വീണ്ടെടുക്കലിൻ്റെ കാതലാണെന്ന് അവർ വിശ്വസിക്കുന്നു. ജപ്പാൻ കൻസായി എയർപോർട്ടിൻ്റെ നവീകരണത്തിലും ഇതിനോടനുബന്ധിച്ച പൊരുത്തപ്പെടലുകളിലും തുടരുമ്പോൾ കൻസായി ഒരു അത്ഭുതമായി മുന്നറിയിപ്പായും നിലകൊള്ളുന്നു. ആഗോളതാപം അഥവാ ഗ്ലോബൽ വാർമിംഗ് കാരണം ഉയരുന്ന കടലുകളെ കൻസായി വിമാനത്താവളം അതിജീവിക്കുമോ? കാലം മാത്രമേ ഇതിന് ഉത്തരം നൽകാൻ കഴിയൂ. എന്നാൽ എളുപ്പത്തിൽ കീഴടങ്ങാത്ത ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ജപ്പാനാണ്. ലോകമെമ്പാടുമുള്ള മനുഷ്യ നവീകരണത്തിൻ്റെ കൂടുതൽ ഇൻസ്പയറിംഗ് കഥകൾ ലഭിക്കുന്നതിനായി ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ ഷെയറും ലൈക്കും ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ദയവായി ബെൽ ബട്ടണും അമർത്തുക. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.